ഇടുന്നുണ്ട് തേപ്പുകാരൻ. അപ്പം നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇല്ലെന്നും ഇപ്പം രാവിലെ എണീക്കുമ്പം കൈക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഴ തുടങ്ങി, തണുപ്പ് തുടങ്ങിയല്ലോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇന്ന് രാവിലെയും സജീഷേട്ടൻ അലക്കുന്ന പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അത് വടകരി ആയാലും കൊയിലാണ്ടി ആയാലും സജീഷേട്ടനാണ് രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കുക കേട്ടോ. ഇപ്പം പിന്നെ ഒരു പണിയും കൂടിയും കൂടിയിട്ടുണ്ട്, മുറ്റടിക്കൽ. കാരണം എനിക്ക് കൈക്ക് സുഖമില്ലല്ലോ. ഇവിടെ മുറ്റടിക്കൽ സജീഷേട്ടൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അതിനോടുള്ള സ്നേഹമൊന്നുമല്ല, പിന്നെ കൈയും കൊണ്ട് അടിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലേ ചോദിച്ചേട്ടാ? നിങ്ങൾക്കൊരു എക്സസൈസ് ആയിക്കോട്ടെ. കുളിച്ചിട്ടില്ല, തല കുളിച്ചിട്ടില്ല കേട്ടോ. തല കുളിക്കാൻ ഇന്ന് എല്ലാം തല കുളിക്കരുതാ, അതുകൊണ്ട് തല കുളിച്ചില്ല. മേല് കുളിച്ച് മാറ്റി കേട്ടോ. പിന്നെ എന്നാ പിന്നെ അത് അവിടെ കഴിഞ്ഞല്ലോ. പിന്നെ അലക്കലും കഴിഞ്ഞ് കടലയാ. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വേണ്ടേ? ഇന്ന് വെള്ളിയാഴ്ച ചേരെ കൊണ്ട് ചിലപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ. നേരത്തെ 8:45 തന്നെയല്ലേ വണ്ടി വരിക അല്ലേ? മേല് കഴുകാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം ഇതിൽ പൊതിർത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം കടലക്കറീൻ്റെ പണി പിന്നെ എന്നത്തെയും പോലെ സജീഷേട്ടൻ നോക്കും. എന്താന്നറിയില്ല, കടലക്കറി ഞാൻ തന്നെ ഉണ്ടാക്കിയാലാ ശരിയാവും പറയും. ശരിയാവുമെന്ന് ഞാൻ അങ്ങ് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കണ്ടിട്ട്, അതും വിശ്വസിച്ച് നടക്കണ്ടേ. കണ്ടില്ലേ ഗൈസ്, നല്ല മഴ. പക്ഷെ ഇന്ന് നല്ല മഴക്കാറുണ്ടല്ലേ രാവിലെ. നല്ല മഴയുണ്ട്. ഇതുവരെ കട്ടിംഗ് ബോർഡ് വാങ്ങിയില്ല കേട്ടോ സാർ. കട്ടിംഗ് ബോർഡ് വാങ്ങണം, സമയം കിട്ടിയില്ല. ചക്കക്കുരു കറി, ഇത് ഇലയും കൂടി ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിക്ക് ഞാൻ കഴിച്ചിട്ടില്ലേ ഇതുവരെ. കുഞ്ഞിക്കാൻ രാവിലെ ഭയങ്കര മടിയാ. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ല, അത്ര രാവിലെ എണീറ്റ് എന്തോരം മടിക്കും. ഒന്നാമത് തണുപ്പില്ലേ നല്ല രാവിലെ ആകുമ്പോ. ഇവിടെ നല്ല തണുപ്പാ അല്ലേ? ഇവിടെ രാവിലെ ആകുമ്പോ നല്ല തണുപ്പില്ലേ സാർ? അടുത്ത് വയലൊക്കെ ആയതുകൊണ്ടാണ് നല്ല തണുപ്പ്. എനിക്ക് 6 മണിക്ക് എണീക്കുക, എന്നിട്ടാണ് ഭയങ്കര ഡയലോഗ് പറയുന്നത്. ഇപ്പം ഇവിടെയൊക്കെ മീനിന് ഭയങ്കര പൈസ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനെ? മീൻ കിട്ടാനേ ഇല്ല. 4-5 മത്തിയൊക്കെ കേട്ടോ കിട്ടുക. അത് തന്നെ നല്ല പൊള്ളുന്ന പൈസയാണെന്ന് സൈഷേട്ടൻ പറയുന്ന കേട്ടിക്ക്. ഞാൻ വാങ്ങിയിരുന്ന 2 ദിവസം മുന്നേ ഞാൻ പോയപ്പോൾ അന്ന് മത്തിക്ക് ഭയങ്കര പൈസ പറഞ്ഞിട്ടോ. അപ്പം ഞാൻ സൈഷേട്ടനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പൈസയ്ക്കാണ് ഞാൻ ഡെയിലി വാങ്ങിക്കൊണ്ടുവരുന്നതെന്ന്. അപ്പം നമ്മൾ പുറത്തിറങ്ങാത്തതിനെ കൊണ്ട് ഇങ്ങനെ അറിയുന്നില്ലല്ലോ. ഞാൻ എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോഴാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പം ഈ മീൻകറി വെക്കുന്നത് മുളകിട്ട് വറ്റിച്ചിട്ടാട്ടോ, അല്ലാണ്ട് തേങ്ങ അരയ്ക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പം ഇലയും ചക്കക്കുരുവും കൂടെ തേങ്ങ അരച്ചിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം മുളകിട്ടിട്ട് നല്ലോണം വറ്റിച്ച് തീരെ വെള്ളമില്ലാതെ വെക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഈ ചീരക്കറീൻ്റെ എരശ്ശേരീൻ്റെയും കൂടിയൊക്കെ കുറച്ച് പുളിയുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പം പുളി പിഴിഞ്ഞിട്ട് നല്ലോണം വറ്റിച്ച് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. പുതിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും ഇടുന്നില്ല. സാധാരണ പോലെ തന്നെ അത് നല്ലോണം വെള്ളം വറ്റിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ. തലേന്നെല്ലാം ഞാൻ ചെയ്ത് വെക്കലുണ്ട്. നമ്മൾ മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനല്ല, സതീഷേട്ടൻ ഇന്നലെ വന്ന പാട് മുറിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു ഞാനെല്ലാം സെറ്റാക്കി വെച്ച് എല്ലാം മുറിച്ച് തോലൊക്കെ പോക്കി നല്ല അടിപൊളിയാക്കി വെച്ചതിനെ കൊണ്ട് തന്നെ ഈ വെക്കേണ്ട പരിപാടി എന്നുള്ളൂ. മുറിക്കലും താക്കലൊക്കെ കുറവാട്ടോ. പിന്നെ ഇല മാത്രമാണ് രാവിലെ മുറിച്ചത്. പിന്നെ വേഗം ഞാൻ എരിശ്ശേരിക്കുള്ള തേങ്ങ അങ്ങോട്ട് അരച്ചിട്ടോ. കാരണം എപ്പോഴും ഇവിടെ രാവിലെ ചില സമയത്ത് കറണ്ട് പോകുന്നുണ്ട്. തേപ്പുകാരൻ പുതിയ യൂണിഫോം ആട്ടോ. ഇതാണ് പുതിയ മറ്റേ എന്തായാലും പറയില്ല സ്കൈ ബ്ലൂ അല്ലേ? സ്കൈ ബ്ലൂ നല്ല അറിയാം, ആകാശമില്ല. പിന്നെ പാൻറ് ഡാർക്ക് ബ്ലൂ അല്ലേ സൈഷേട്ടാ? അതല്ലേ ബ്ലൂവോ ബ്ലാക്കോ എന്നൊന്നും മനസ്സിലാവില്ല, കണ്ടില്ലേ? അതാ, പക്ഷെ ഡാർക്ക് ബ്ലൂ ആണ് സംഭവം. സമയം 8 മണീൻ്റെ അടുത്തായിട്ടോ. കുളിക്കുന്നല്ലേ അല്ലേ? ഒരുത്തം കുളിച്ചിക്ക്, പക്ഷെ കാണിച്ചൂടാ, ഒന്നും ഒട്ടിക്കില്ല. കാണിക്കട്ടെ സിദ്ധു? ഇടുന്നുണ്ട്. വടകരേക്കാളും കൂടുതൽ പണിയൊന്നുമില്ല, എന്നിട്ട് കുറവ് പണിയുമല്ല എന്നുള്ള അവസ്ഥയാട്ടോ ഇപ്പോൾ കൊയിലാണ്ടി വന്നപ്പോൾ. പക്ഷെ മുറ്റടിക്കൽ മാത്രമാണ് നമുക്ക് രാവിലെ എക്സ്ട്രാ ഒരു പണിയുള്ളൂ. വടകരയാകുമ്പോൾ നമുക്ക് മുറ്റടിക്കാൻ ഒരു അവിടെയുള്ള കമലേച്ചി ഉണ്ടാകുന്നതിനെ കൊണ്ട് തന്നെ അവരായിരുന്നു കേട്ടോ വന്നടിക്കാറ്. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മൾ രാവിലെ മുറ്റം അടിക്കുന്ന ഒരു ചെറിയൊരു പണി കൂടിയിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു വടകരേനേക്കാളും എളുപ്പത്തിൽ ഞാളൊരു 8-8:15 ആകുമ്പോഴത്തേക്ക് ഒരുവിധം പണിയെല്ലാം തീർക്കലുണ്ട് കേട്ടോ. ഒരു ഓട്ടപ്പാച്ചിലൊക്കെ ആണെങ്കിൽ പോലും ഒരുവിധം എല്ലാം പണി തീർക്കലുണ്ട്. പിന്നെ ബാക്കി ഉണ്ടാവുക എന്ന് പറയുന്നത് അടിച്ചുവാരി തുടയ്ക്കലാണ്. അത് പിന്നെ ഞാൻ ഇവരൊക്കെ പോയിട്ടാണ് അടിച്ചുവാരി തുടയ്ക്കാം. അപ്പോൾ ചക്കക്കുരു ഇത്തിരി മുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ചീര ഇട്ടിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ചെറിയുള്ളി ജീരകം ഒക്കെ അരയ്ക്കലുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അരയ്ക്കുന്നില്ല. പെട്ടെന്ന് കറി കേടാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഉള്ളി നല്ലോണം വറവിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. ഉള്ളിയും തേങ്ങയും വറ്റൽമുളകും കടുകും കൂടി വറവിടാമെന്ന് വിചാരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ ചീരയുടെ, എനിക്ക് തോന്നി ഇപ്പോൾ ഈ ചീര തന്നെയാണ് അധികവും എൻ്റെ ഫുഡിൻ്റെ വ്ളോഗ് കാണുക. കാരണം ഈ ചീര നമ്മൾ മുറ്റത്തുണ്ടല്ലോ. ലോകകപ്പിൻ്റെ ആവേശത്തിലായി ചേട്ടാ. രാവിലത്തെ കളിയാണ്, ഇതാ കുളിച്ച് മാറ്റി യൂണിഫോമിലിട്ട് കളിയാണ് നിൽക്കുക. 12 ഫസ്റ്റ് കളി, അത് കാണാൻ പറ്റില്ല. എൻ്റെ ടീം ഏതാ? അർജന്റീന. അർജന്റീനയും പോർച്ചുഗൽ തമ്മിൽ അടിയായിട്ടില്ല. ഇപ്പൊ കുറേ ഏതോ ഷെസിയ എന്ന് പറയുന്ന ടീം കളിക്കുന്നു. സജീഷേട്ടൻ്റെയും കുഞ്ഞുവിൻ്റെയും സിദ്ധുവിൻ്റെയും നമ്മളെ ചോറ് കൊണ്ടുപോകുന്ന പാത്രവും അതേപോലെ വെള്ളം കൊണ്ടുപോകുന്ന പാത്രമൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ചൊരു ആശ്വാസമാണ്. കാരണം പെട്ടെന്ന് ഓടി ആ വണ്ടി വരുന്നേരം വെള്ളം എടുക്കാൻ ഓടുന്നത് അതൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ. അത് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ നേരത്തെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി പരിപാടി നോക്കൂ കേട്ടോ. സജീഷേട്ടൻ ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേനെ. എന്നാലും ഞാൻ പറയും അതങ്ങോട്ട് മേശേൻ്റെ മുകളിൽ കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടിയെല്ലാം നോക്കാമെന്നറിയും കേട്ടോ. അങ്ങനെ ഇന്നിപ്പം കടലക്കറി പുട്ടുമാണ് ഉണ്ടാക്കിയത്. അപ്പം കടലക്കറിയും പുട്ടും എല്ലാം മക്കൾ ഇതാ കഴിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ കറിയൊന്നും ആയിട്ടില്ല കേട്ടോ. സജീഷേട്ടൻ കൊണ്ടുപോകേണ്ട കറികളൊന്നും. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് വല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഇവരോട് വർത്തമാനം പറയണം. അതെന്തോ ഒരു മനസ്സിനൊരാശ്വാസം കേട്ടോ. ഇത് എന്ന് ഇവരെൻ്റെ കൂടെ കൂടിയോ ആ കാലം തൊട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. വേറൊന്നുമല്ല, കുറച്ച് സ്കൂളിലെ വിശേഷം കേൾക്കുക. പിന്നെ കുഞ്ഞുപ്പ SPCൻ്റെ ഒരു എക്സാം ചെയ്യുന്നുണ്ട്, SPCയിലേക്ക് സെലക്ട് ആവുന്നത്. പിന്നെ മറ്റോന് വേറെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഇന്നൊരു സാധനം സ്കൂളിലുണ്ട്, പിന്നെ അങ്ങനെ പൈസ തരണേ അല്ലെങ്കിൽ അത് വാങ്ങണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പറയുക. അപ്പോൾ ഇന്ന് കുറച്ചൊരു ആവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് നമ്മളെ കറിയുടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറവിടുന്നുണ്ട്. ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക്, അതേപോലെ തേങ്ങ, കടുക്, വേറെ ഒന്നുമില്ല. അതിട്ടിട്ട് വറവിടാമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ കറി കേടായിപ്പോയെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഉള്ളി അരയ്ക്കാതിരിക്കുന്നത് കേട്ടോ. ചിലർ പറയും ഇതിലേക്ക് ഉള്ളി അരച്ചാൽ ടേസ്റ്റ് ഉണ്ട്. ഞാൻ അരച്ചൊക്കെ നോക്കിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാ ഇവർ രണ്ടാളും പോവാനിറങ്ങാണേ. ഇതാ ഒരുത്തനെല്ലാം കുപ്പിയും വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പം കളീൻ്റെ ആവേശമായല്ലോ. അതാണ് ഇയാളെ സന്തോഷം കേട്ടോ. കളി കാണണം എന്നുള്ളത് ഒറ്റൊരു ചിന്തയുള്ളൂ. അപ്പം പോകാൻ നേരത്ത് ഇന്ന് പൈസ കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാട്ടോ. അങ്ങനെ അതും കൊടുത്ത് രണ്ടാക്കും. പിന്നെ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഉമ്മയെല്ലാം കൊടുത്ത് ഇപ്പം ഇനി മക്കൾ പോവുകയാണേ. ഒരു 8:45 ആകുമ്പോഴത്തേക്ക് 8:50 എന്തായാലും ഓരോ ഓട്ടോ വരും. ഇതാ നമ്മളെ മുറ്റത്ത് ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ഓട്ടോ കയറുക. ഇനിയിപ്പോൾ അടുത്ത സജീഷ് ഏട്ടനെ പറഞ്ഞേക്കലാണ് നമ്മളടുത്ത പരിപാടി. ഈ ചായ കുടിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചോറും കാര്യങ്ങളൊക്കെ അപ്പാടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെടുത്ത് മൂടിയിട്ടിട്ട് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. ചീരേൻ്റെ കറി, പിന്നെ അതേപോലെ ചെമ്മീൻ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ചോറ്, വെള്ളം, ഈ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സൈഷറിന് ചായ കുടിച്ച് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന് കുറ്റിയാടിക്ക്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ എളുപ്പമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടുന്ന് പേരാമ്പ്ര പോയിട്ട് പേരാമ്പ്ര നേരിട്ട് പോകാമെന്നാണ് പറയൽ. പിന്നെ ഇനിയിപ്പം സൈഷറിന് അങ്ങോട്ട് പോയിട്ട് ബാക്കി നമ്മളെ അടിച്ചുവാരി തുടക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വലിയ മിററാണ് ഇവിടെ. ഇങ്ങനെ മിറർ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ. അതിപ്പോൾ ഇടയ്ക്കൊന്ന് വന്നിങ്ങനെ നോക്കൂ കേട്ടോ. പിന്നെ കൈക്ക് ഇപ്പോഴും വേദനയെ കൊണ്ട് വലിയ രീതിയിൽ കൈയൊന്നും പൊന്തിക്കാൻ പറ്റൂലേ. പിന്നെ ഇനിയിപ്പം സൈഷറിനും കൂടിയും പോവുകയാണ്. ഇതാണ് നമ്മളെ പുതിയ വീട്ടിൽ ഇന്ന് 2ാമത്തെ വ്ളോഗാണല്ലേ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.